ഹലോ ഗായ്സ്, വെൽക്കം ടു മിസ്റ്റിക് മൂവീസ്. അപ്പോൾ ഇന്നൊരു പുതിയ മൂവിയുടെ ഷോർട്ട് ആയിട്ടുള്ളൊരു സ്റ്റോറിയും അതുപോലെ തന്നെ അതിൻ്റെ റിവ്യൂവും പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും ഏത് മൂവിയാണെന്ന്. ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന ലേറ്റസ്റ്റ് റിലീസായിട്ടുള്ള മൂവിയുടെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യം കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കുക. നമുക്ക് നേരെ എന്താണെന്ന് നോക്കാം കഥ. അപ്പോൾ ഈ ചിത്രം ഒരു കോമഡി ഡ്രാമ പോലത്തെ എടുത്തേക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ അഭിനയിച്ചേക്കുന്നത് ആസിഫ് അലി, അതുപോലെ തന്നെ ജഗദീഷ്, ഹരിശ്രീ അശോക്, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കുന്നതിന് മുമ്പേ ഇതിന്റെ കാസ്റ്റാണ് നമ്മൾ മെയിനായിട്ട് പറയേണ്ടത്. അത്രയും കോമഡി ആയിട്ടുള്ള റോൾസ് അവതരിപ്പിച്ചിട്ടുള്ള ആക്ടേഴ്സാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കുറേ എക്സ്പെക്റ്റേഷൻസ് നമുക്കുള്ളിൽ കാണും. ഇതിൽ കോമഡി കൂടുതലാണോ, അതൊരു സെന്റിമെന്റൽ ഡ്രാമയാണോ, ഇതൊക്കെ നമുക്ക് ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ അത് നല്ലൊരു കോമഡി മൂവി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ചിത്രത്തിൽ മെയിനായിട്ട് പറയുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് സ്ത്രീപക്ഷം നിൽക്കാതെ പുരുഷന്റെ പക്ഷത്തു നിന്നും ചിന്തിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകൾക്കാണല്ലോ കുറേ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നിയമത്തിൻ്റെ ആയാലും എങ്ങനെയായാലും അപ്പം ആ ഒരു ഫേസിൽ നിന്ന് മാറി പുരുഷന്മാർക്ക് പ്രാധാന്യവും പുരുഷന്മാർക്കും അവരുടെ അവസ്ഥകൾ, അവരനുഭവിക്കുന്ന ആ ഒരു അവസ്ഥകളും ഒക്കെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. അപ്പോൾ സഹദേവൻ എന്ന ക്യാരക്ടറാണ് ഇതിലെ നായകനായ ആസിഫ് അലി അവതരിപ്പിക്കുന്നത്. അപ്പോൾ സഹദേവൻ ഒരു താൽക്കാലിക ഗവൺമെൻറ് എംപ്ലോയിയാണ്. ആളുടെ ഒരു മൈൻഡിൽ കുറേ ഇതുണ്ട്, തിയറീസ് ഉണ്ട്. ഇപ്പോൾ കിട്ടാൻ പോകുന്ന കുട്ടി ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ഒരുപാട് തിയറീസ് വെച്ചിട്ടാണ് വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. പക്ഷേ കല്യാണത്തിന് ശേഷം ആണ് മനസ്സിലാക്കുന്നത് താൻ ഉദ്ദേശിച്ച ഫെയറി ടെയിൽ ഒരു നരകമാണെന്ന്. പിന്നീട് കല്യാണം കഴിച്ച ഭാര്യ ഒരുപാട് അലിഗേഷൻസ് സഹദേവനെതിരെ കൊടുക്കുകയും, അതായത് ഫാൾസ് അലിഗേഷൻസ്, കള്ളത്തരങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടിവെച്ച് കേസ് കൊടുക്കുകയും തുടർന്ന് അതുവഴി ഉണ്ടാവുന്ന മാനഹാനി, സഹദേവനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. പിന്നെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് വിക്ടിമാണോ, അത് ഫീമെയിൽ ഓർ മെയിൽ, അവർ എല്ലാം ജെൻഡറിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ കണക്കാക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്താലും ആണുങ്ങളെക്കാട്ടിലും സ്ത്രീകൾക്കായിരിക്കും ഒരു സൈഡായിരിക്കും കൂടുതൽ. അതെന്തുകൊണ്ടാണ്? അത് മാറി ചിന്തിക്കണം. ജെൻഡർ അല്ല നോക്കേണ്ടത്, എന്താണ് കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കയ്യിൽ കൊണ്ടുവരാനാണ് ഡയറക്ടർ ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഈ ചിത്രം വളരെ പ്രസക്തിയേറുന്ന ഒരു ചിത്രമാണ്. കാരണം ഒരുപാട് കള്ളത്തര കേസുകൾ സ്ത്രീകൾ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിരപരാധികളായ പുരുഷന്മാർ അകത്ത് കിടപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകൾ കൊടുക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ചിത്രത്തിൽ സഹദേവൻ എന്ന ക്യാരക്ടർ ആളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മൊത്തത്തിലല്ല, ടെമ്പററി ആണ്. അപ്പോൾ ആൾ ആഗ്രഹിച്ചൊരു കുട്ടീനെ കല്യാണം കഴിക്കുന്നുണ്ട്. അയാൾ വിചാരിക്കുന്നു ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്നാൽ ആളുടെ ആഗ്രഹങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഭാര്യയുടെ വരവ്. അപ്പോൾ ഭാര്യയുടെ പേര് നയന എന്നാണ്. തുളസി എന്നൊരു ആക്ട്രസ്സാണ് കേട്ടോ ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നയന പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും നമ്മുടെ സഹദേവനിൽ കാണിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് ലീഗൽ ഇഷ്യൂസ്, ഇവർ തമ്മിൽ ഡിവോഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് ലീഗൽ കള്ളത്തരങ്ങൾ നയന ഉണ്ടാക്കുന്നതും തുടർന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് കള്ളത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചെന്ന പേരിലും അല്ലാതെ വീട്ടിൽ ദേഹോപദ്രവം ചെയ്യുന്നു എന്ന പേരിലൊക്കെ നയന സഹദേവനെതിരെ കോടതിയിൽ കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിൽ സഹദേവൻ എങ്ങനെയൊക്കെയാണ് ഇതിനെ ഫൈറ്റ് ചെയ്യുന്നതെന്നും എങ്ങനെയൊക്കെയാണ് സത്യം പുറത്തു കൊണ്ടുവരുന്നതും എന്നൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് ഈ ചിത്രത്തിൽ പോകുന്നത്. വളരെ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ടുവന്നത് തന്നെ വളരെ പറയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സ്ത്രീപക്ഷം നിൽക്കുന്ന ഈ ഒരു നിയമങ്ങൾ എല്ലാം ഒരു ജെൻഡർ നോക്കാതെ രണ്ട് ഭാഗത്തും ചെക്ക് ചെയ്യണം എന്നുള്ള ഒരു മോറലാണ് ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് പുരുഷന്മാർ ഈ ഒരു പ്രശ്നങ്ങൾ കാണുമ്പോൾ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാറുണ്ട്. അപ്പം അതും ഈ ഒരു
സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പം അവരുടെ അഭിമാനം നഷ്ടപ്പെടുകയും തുടർന്ന് അവർ ആത്മഹത്യ ചെയ്യാറുമുണ്ട്. അപ്പോൾ സ്ത്രീപക്ഷം നിൽക്കുന്ന ഒരുപാട് നിയമങ്ങൾ കാരണം പുരുഷന്മാർ അനുഭവിക്കുന്ന ആ വേദനകളും പീഡനങ്ങളും ഒക്കെയാണ് ഈ ചിത്രത്തിൽ എടുത്തു തന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിത്രത്തിൽ മെയിനായിട്ട് വരുന്നത് സ്ത്രീധനത്തിൻ്റെ ആ ഒരു വിഷയമാണ്. അപ്പം നേരത്തെ തന്നെ നമ്മുടെ സോ കോൾഡ് ട്രഡീഷൻസ് ആണ് സ്ത്രീധനം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കല്യാണം കഴിയുമ്പോൾ സ്ത്രീധനം കൊടുക്കണം എന്നുള്ളൊരു നിയമം പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയായിട്ടും ഈ ചിത്രം പോകുന്നുണ്ട് കേട്ടോ. ആസിഫ് അലി അവതരിപ്പിച്ച സഹദേവൻ എന്ന ക്യാരക്ടർ വളരെ നല്ല ഒരു നമ്മുടെ നാച്ചുറലായിട്ട് നമ്മൾ കാണുന്ന ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ആളത് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാട് അവരെല്ലാവരും തന്നെ അവരവരുടെ റോൾസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിത്രത്തിൽ അഭിനയിച്ചേക്കുന്ന ജഗദീഷ്, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ ഇവരെല്ലാവരും തന്നെ പുരുഷന്മാരുടെ വേദനകൾ കൂടുതൽ ഫണ്ണി ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചിത്രത്തിൽ ആപ്റ്റായിട്ടുള്ള റോൾസ് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതും. ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള മാരിറ്റൽ ലൈഫിൽ പുരുഷൻ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെയാണ് ചിത്രത്തിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ എല്ലാ പുരുഷന്മാരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. പക്ഷേ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പുരുഷൻ വളരെ നോർമലായിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ കല്യാണം കഴിച്ച സ്ത്രീ ഒരു പെർഫെക്റ്റ് അല്ല. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ടും വരുന്നത്. ഓൾത്തോ ഈ ചിത്രം വളരെ നല്ലൊരു ചിത്രമാണ്. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നതും കുറച്ച് കോമഡി എലമെൻറ്റ് കൂടുതലായിട്ടുള്ളതും ഫണ്ണായിട്ട് തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ എന്തായാലും എല്ലാവരും ചിത്രം കണ്ടു നോക്കണം. അപ്പോൾ കണ്ടിട്ടുള്ളവർ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ കാണാത്തവർ എന്തായാലും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പോസിറ്റീവായാലും നെഗറ്റീവായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബായ്.